നിലവിൽ നമ്മുടെ ആശുപത്രികൾക്കെതിരെ നിരവധി പരാതിയാണ് വരുന്നത്. ഇപ്പൊ ഇതാ പുതിയൊരു പരാതിയും കൂടെ വന്നിരിക്കുകയാണ്. കിംസ് ഹോസ്പിറ്റലിനെതിരെ ഒരു സ്ത്രീ പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ്. തലവേദനയുമായി പോയി തിരിച്ചു വന്നപ്പോൾ കണ്ണ് ഒരു അവയവം മാറ്റുന്നത് തങ്ങളുടെ സമ്മതമില്ലാതെ അവയവം വരെ എടുത്തിട്ടാണ് ഹോസ്പിറ്റൽസ് പോകുന്നത്. വീണ്ടും ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയറില് ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരുന്ന സമയത്ത് കത്രിക വെച്ച് മറന്നുപോയി. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിനെതിരെ ഒരു പരാതിയും ഒരു നടപടി എടുക്കാത്തതുകൊണ്ട് അതിന്റെ വിക്ടിം നാളെ തൊട്ട് സമരത്തിനിറങ്ങുകയാണ്. നമ്മുടെ മന്ത്രി വീണ ജോർജ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ആശുപത്രികളാണെങ്കിലും എല്ലാം വളരെ സുരക്ഷിതമാണ്, നമ്പർ 1 ആണ് ഇന്ന്. അപ്പൊ എവിടെയാണ് നമുക്കിവിടെ ഏത് ഹോസ്പിറ്റലിലാണ് നമ്മൾ സുരക്ഷിതമായി ഒന്ന് പോകാൻ സാധിക്കുന്നത്? വലിയൊരു ചോദ്യമാണ്. കാരണം ഇന്ന് തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പല ഇൻസിഡൻസും പലപ്പോഴും പല ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്ന് പറയുന്നത് തലവേദനയായിട്ട് പോയിട്ട് വന്നിട്ട് കണ്ണ് ഇല്ലാതെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന അവസ്ഥ. അതിനു മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലത്തെ കയ്യിൽ ഓപ്പറേഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇടത്തെ കയ്യിൽ ഓപ്പറേഷൻ ചെയ്ത് വെക്കുക, കാലിൽ ഓപ്പറേഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കയ്യിൽ ഓപ്പറേഷൻ ചെയ്ത് വെക്കുക. അങ്ങനെ പല രീതിയിലുള്ള വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രികളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആരോഗ്യം എവിടെ സുരക്ഷിതമാണ് എന്നൊരു ചോദ്യം വലിയ രീതിയിൽ വരുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ, അതായത് കുറേ നാളുകൾക്ക് മുമ്പിട്ടാണ് ആ ഒരു സ്ത്രീയുടെ വയറ്റിൽ ശസ്ത്രക്രിയ ചെയ്തപ്പോൾ കത്രിക വയറിനകത്ത് കുടുങ്ങിപ്പോയതല്ലോ, മറന്നു വെച്ചതാണ്. ഇതിനു മുമ്പ് ഇതുപോലെ ഇഷ്ടംപോലെ കേസുകൾ വന്നിട്ടുണ്ട്. പഞ്ഞി മറന്നു വെച്ചിട്ടുണ്ട്, കോട്ടൺ മറന്നു വെച്ചിട്ടുണ്ട്, സിറിഞ്ച്, ഇഷ്ടംപോലെ കേസുകളാണ് ഇങ്ങനെ ആശുപത്രിയിലുള്ളവർ മറന്നു വെക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് മറന്നു വെച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അവരുടെ ജീവൻ പോയിരുന്നെങ്കിൽ ആര് സമാധാനം പറഞ്ഞേനെ? ഇന്നവർക്ക് ജീവൻ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് അവർ സമരം ചെയ്യാനായിട്ടെങ്കിലും ഇറങ്ങുന്നത്. അവർക്ക് ജീവൻ പോയിരുന്നെങ്കിൽ ആര് എന്ത് ചെയ്തേനെ? ചിലപ്പോൾ ആ ഡോക്ടർമാരെ ചിലപ്പോൾ സസ്പെൻഡ് ചെയ്തേനെ. അതിനപ്പുറത്തേക്ക് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഇതിന് കൃത്യമായിട്ടുള്ളൊരു മാറ്റം വരണം. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരെ നമുക്ക് മുഴുവനായിട്ടും കുറ്റം പറയാൻ കഴിയില്ല. ഈ ഓപ്പറേഷൻ ആണെങ്കിലും വന്നുകൊണ്ടിരിക്കുന്ന രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പല ആശുപത്രികളിലും ഇന്ന് നടത്തേണ്ട ഓപ്പറേഷൻ പോലും നാളെ ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. കാരണം എന്താ? ക്രിട്ടിക്കലായിട്ടുള്ള രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ എത്ര പേര് ഒരു ദിവസം ഓപ്പറേഷൻ ചെയ്യും? അപ്പോൾ ഓരോ ദിവസവും ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകളുടെ എണ്ണമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചികിത്സിക്കുന്ന ആളുകളുടെ ആണെങ്കിലും എല്ലാവരും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയാണ് നമുക്ക് പോകാൻ പറ്റുന്നത്? കാരണം എല്ലാവരും പറയുന്നത്, കുറേ അധികം ഗവൺമെന്റ് ഹോസ്പിറ്റലിനെതിരെ വരുന്ന വിമർശനം എന്ന് പറയുന്നത് PG പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അവിടെ വരുന്നവരെയൊക്കെ നോക്കുന്നത് എന്ന്. കാരണം ആ കുട്ടികൾക്ക് എന്താ പറയുക, അല്ലെങ്കിൽ മെയിൻ ഒരു സർജൻ ഒന്നും അല്ല. അവർ പലപ്പോഴും ഏതെങ്കിലും കൃത്യമായിട്ടുള്ള രോഗമൊന്നും ചോദിച്ചറിയില്ല, എന്തെങ്കിലുമൊക്കെ മെഡിസിൻ തന്നങ്ങ് വിടുകയാണ്. അപ്പൊ സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവരെ പ്രേരിതമാക്കുകയാണ് ഈ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകും. അല്ലെ, ഈ കുട്ടികളായിട്ടുള്ള ഡോക്ടർമാർക്കും പഠിക്കണം. അത് വലിയൊരു കാര്യമാണ്. കാരണം നാളെ അവരാണ് ഡോക്ടർമാരായിട്ട് വരാൻ പോകുന്നത്. അപ്പൊ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം വേണം. പക്ഷേ ഇവരെ എല്ലാം നിയന്ത്രിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഡോക്ടറും കൂടി ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മളൊരു അസുഖമായിട്ട് ചെല്ലുമ്പോൾ അവർക്ക് ആ അസുഖം കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആ ഒരു രോഗിയെ തന്നെ ബാധിക്കും, അവരുടെ ജീവനെ തന്നെ ബാധിക്കും. ഡോക്ടർമാർക്ക് കണ്ടെത്താൻ കഴിയാത്ത എന്തോരം അസുഖങ്ങളുള്ള രോഗികളുണ്ട്. അവർ പലപ്പോഴും പല ആശുപത്രികളിലും കയറി ഇറങ്ങിയതിനു ശേഷമായിരിക്കും നല്ലൊരു ഡോക്ടറെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ആ ഡോക്ടർ കൃത്യമായിട്ട് ആ രോഗത്തെ കണ്ടെത്തും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ബാക്കിയുള്ള ഡോക്ടർമാർക്ക് എന്തുകൊണ്ടായിരിക്കും ആ രോഗത്തെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്? അത് വലിയൊരു ന്യൂനതയല്ല നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള? തീർച്ചയായിട്ടും. കാരണം അടുത്തിടയ്ക്ക് വന്നൊരു കേസായിരുന്നു. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന് 80% വൈകല്യം ഉണ്ട് എന്ന് നമ്മുടെ ഡോക്ടർമാർക്ക് തിരിച്ചറിയാൻ പറ്റിയത്. കാരണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള മുന്നേറ്റമൊന്നും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടില്ലേ. 80% ഒരു കുട്ടിക്ക് വൈകല്യമാണ്. അതുപോലും തിരിച്ചറിയാൻ, കാരണം അവർ കൊണ്ടുവെക്കുന്നത് ലാബുകളെയാണ്, പ്രൈവറ്റ് ലാബുകളുടെ ചുമതലയാണ് അത് എന്ന്. അല്ലാണ്ട് നമ്മുടെ ഡോക്ടേഴ്സിനൊന്നും അതിന്റെ ആവശ്യമില്ല, അതങ്ങനെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ലാബുകളുടെ തലയിൽ അത് കൊണ്ടുവച്ചു. ഇപ്പോഴും അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ ജീവിതം എന്തായിരിക്കും? അതേപോലെ എത്ര ആൾക്കാരാണ് ഇതേപോലെ അനാസ്ഥ കാരണം ഇവിടെ ജീവിച്ചത്. അതെ, ദിനംപ്രതി നമ്മളിപ്പം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പ്രഗ്നൻസിയുമായിട്ട് ചെല്ലുന്ന കുഞ്ഞും അമ്മയും മരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ കുഞ്ഞു മരിക്കുന്ന അവസ്ഥ, പല ആശുപത്രികൾക്കെതിരെയും വരുന്ന വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അത് ഈ ആശുപത്രികൾ കൃത്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ ചില കേസുകളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ലാതെ പോകുന്ന രോഗികളെ പോലും കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന പല ഹോസ്പിറ്റലുകളുമുണ്ട്. അത് ഹോസ്പിറ്റലുകൾ ഇന്ന് മുളച്ചു വന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും. പക്ഷെ അവിടെയുള്ള ഡോക്ടർമാർക്ക് എത്രത്തോളം വൈദഗ്ധ്യമുണ്ട് എന്നത് വലിയൊരു ചോദ്യമാണ്.
അപ്പൊ പല ഡോക്ടർമാർക്കും പല അസുഖങ്ങളും കണ്ടെത്താൻ കഴിയില്ല. ഒരു അസുഖമായിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നേരെ ചെല്ലുക, അവിടെ CT സ്കാൻ എടുക്കുക, എക്സ്റേ എടുക്കുക. ഒരു രോഗവും ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യിക്കുന്ന ഒരുപാട് ആശുപത്രികളുണ്ട്. ചിലപ്പോൾ രോഗമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് രോഗം, ഇതെല്ലാം ചെയ്തിട്ട് എന്താണ് രോഗം എന്ന് കണ്ടെത്താൻ കഴിയാത്ത പല ഡോക്ടർമാരും ഉണ്ട്. അതൊക്കെ ഇവരുടെ വൈദ്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. നമ്മുടെ ഈ കിംസ് ആശുപത്രി നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു തലവേദനയായിട്ട് പോയ ആള് ഒരു കണ്ണില്ല തിരിച്ചു വന്നപ്പോൾ. കാരണം എൻ്റെ അറിവ് വെച്ചിട്ട് ഒരു അവയവം എടുക്കണമെങ്കിൽ അവർ സമ്മതമില്ല, അവരുടെ ഒരാളുടെ അവയവം എടുക്കാൻ പറ്റില്ല. അപ്പൊ അവർ എങ്ങനെയായിരിക്കും ആ ഒരു കണ്ണെടുത്ത് മാറ്റിയത് എന്ന് പറയുന്നത്? അബദ്ധം പറ്റിയെന്ന് വേണമെങ്കിൽ അവർ പറഞ്ഞോളെ. അല്ല, അവർക്ക് ഒരു മെഡിസിൻ കൊടുത്തു, അതിനുശേഷം അവർക്ക് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് അമിത രക്തസ്രാവം ഉണ്ടാവുകയാണ് ചെയ്തതെന്ന്. പിന്നീട് വീട്ടിൽ വന്ന സമയത്ത് അവർക്കൊരു കണ്ണില്ല, കാരണം അത് ഫുള്ള് കെട്ടി വെച്ചിട്ടാണ് ഇവരെ വിട്ടത്. പിന്നീടാണോ മനസ്സിലായത് കണ്ണുപോലും ഇല്ല എന്ന്. അവർ ആരുടെയും ഒരു സമ്മതം അല്ലെങ്കിൽ ഒരു ഒപ്പൊന്നും വാങ്ങാതെയാണ് അത്തരത്തിലൊരു കാര്യം ചെയ്തത്. അപ്പൊ ആ ഒരു വീഡിയോ വന്ന സമയത്ത് എൻ്റെ അടിയിൽ വന്നിട്ടൊരു കാര്യമാണ്, കിംസ് ആശുപത്രിയിലല്ലേ പോയത്, ജീവൻ കൊണ്ട് വന്നത് തന്നെ കാര്യമായി. കാരണം അപ്പൊ ഇതിന് ഒരുപാട് അനുഭവസ്ഥർ കിംസ് ആശുപത്രിയിൽ നിന്നുണ്ട്. എന്നിട്ടും ആ കിംസ് ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രികൾ എങ്ങനെയാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നാണ് മനസ്സിലായത്. അല്ല, പല ആശുപത്രികളെ ഇങ്ങനെ വിമർശിക്കാൻ നമുക്ക് കാണാൻ കഴിയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സിനിമകളിലും നോക്കിക്കഴിഞ്ഞാൽ രോഗി മരിച്ചു കഴിഞ്ഞാലും രോഗിയുടെ ബോഡി വിട്ടിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുള്ള പല ആശുപത്രികളുണ്ട്. അങ്ങനെ വരുന്ന ഒരുപാട് ആശുപത്രികൾ നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ട്. ഇങ്ങനെയുള്ള ആശുപത്രികളെ കുറിച്ച് പലരും വിമർശിക്കുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം. കാരണം രോഗത്തിന് ശേഷം അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ ഉൾപ്പെടെ അവർ കുറെ നാൾ കടന്നതിന് ശേഷമായിരിക്കും മരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ള ബില്ല് അടച്ചിട്ടില്ല എങ്കിൽ ബോഡി വിട്ട് കൊടുക്കില്ല എന്നുള്ളത് പല ആശുപത്രിയുടെയും നിയമ നടപടി തന്നെയാണ്. പക്ഷെ അത് സാധാരണക്കാരന്റെ മേൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് അത് എത്രത്തോളം ഒരു നല്ല കാര്യമാണെന്ന് തോന്നില്ല. കാരണം ഗവൺമെന്റ് ഉൾപ്പെടെ അതിൽ ഇടപെടുകയാണ് വേണ്ടത്. പലപ്പോഴും ഗവൺമെന്റ് ഇത്തരത്തിലുള്ള കേസുകളെയൊക്കെ അവഗണിച്ചു വിടുന്നതായിട്ടാണ് തോന്നുന്നത്. മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള വലിയൊരു മാഫിയ തന്നെ അതിൽ വളർന്നു വരുന്നുണ്ട്. അപ്പം അവയവ കച്ചവടമായിട്ടാണെങ്കിലും ഇതുകൂട്ട് നമ്മൾ രോഗികൾ ചെന്ന് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള പൈസ ഈടാക്കി ആവശ്യമില്ലാത്ത പരിശോധനകൾ നൽകുന്നവരാണെങ്കിലും, അല്ലെങ്കിൽ ഈ മെഡിക്കൽ സ്റ്റോറുകളുമായിട്ട് ചേർന്ന് അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നതാണെങ്കിലും, അങ്ങനെ വലിയ രീതിയിൽ നമ്മുടെ മെഡിക്കൽ ഇൻഡസ്ട്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു കച്ചവട സ്ഥാപനങ്ങളായി നമ്മുടെ ആശുപത്രികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ആരും ചോദ്യം ഉയർത്താത്തത് വലിയൊരു വിഷയം തന്നെയാണ്. പണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പെഷ്യൽ സ്റ്റോറി, അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട്. അതിനകത്തിൽ നിരവധി ഹോസ്പിറ്റൽസ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ഇത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അതിൻ്റെതായിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ബിസിനസ് ആണ് അവിടെ. അല്ല, അതിനപ്പുറത്തേക്ക് ഇവർക്കെല്ലാം വലിയ വലിയ രാഷ്ട്രീയ ആളുകളുമായിട്ട് ബന്ധമുണ്ട്. അല്ലെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖന്മാരുമായിരിക്കും ഓരോ ഹോസ്പിറ്റലും നടത്തുന്നത്, അല്ലെങ്കിൽ അതിന്റെ ബാക്ക് എൻഡിലുള്ള ആളുകളൊക്കെ ഇവരൊക്കെ ആയിരിക്കാം. അപ്പൊ ഇതിനകത്ത് വരുന്ന വിഷയങ്ങളൊക്കെ വലിയൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് അവർ പൊത്തിവെക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രമുഖരാരും ഈ ഹോസ്പിറ്റലിൽ പോവില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ വിദേശത്ത് പോകും, അല്ലെങ്കിൽ നല്ല ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽ ഏതാണോ അത് പോയി തിരഞ്ഞെടുക്കും. നമ്മുടെ കേരളത്തിൽ ഇത്രയും പുരോഗമനം, നല്ല ആരോഗ്യം അല്ലെങ്കിൽ പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പോലും വിദേശത്ത് പോയി ചികിത്സിക്കുന്നതെന്ന് നമ്മളൊന്നുകൂടെ ആലോചിക്കട്ടെ. അത് വലിയൊരു ചോദ്യം തന്നെയാണ്.